അതിനെയാണ് പറയണത് നിർവീര്യമായത് വാക്കുകൾ സൂക്ഷിക്കുക. നിർവീര്യമായത് ഇനി തൊടാൻ പോകരുത്, നിർവീര്യമായത് ഇനി തുടരുത് എന്ന് പറഞ്ഞാൽ അതിനുള്ള അർത്ഥം സ്പഷ്ടമായിട്ട് അതിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് പറയണത് എന്താ വെച്ചാൽ, ഇപ്പോൾ എന്തെങ്കിലും പറയണ രോഗികളെ ശുശ്രൂഷിക്കാന്ന് പറഞ്ഞാൽ ആ രീതിയിലാണ്. സെൽഫിഷ്നെസ്സും കുടിച്ചിട്ടടിച്ച് ബോധമില്ലാത്തവർ പറയില്ല, അവർ കുറച്ചും കുറ്റം പറഞ്ഞ് തമ്മിലും കുറ്റം പറഞ്ഞ് അവർ ചികിത്സിച്ചിട്ട് അവർ വൃത്തികെട്ട സ്ഥലത്ത് ബാഡ്ലി മോട്ടിവേറ്റഡ് ആണെങ്കിൽ അവർ തമ്മിലായിരുന്നു കുട്ടി വാങ്ങണ രീതി, കൊല്ലിക്കണ രീതി അവരും അട്ടസ് തിരിച്ച് അവിടെ കുടിച്ചിട്ടടിച്ചിരിക്കുക അവർ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ, ഹോസ്റ്റലിൽ നിന്ന് കഴിഞ്ഞാൽ. അങ്ങനെയല്ല, അവിടെ അല്ല അത് ചെയ്യേണ്ടത്. അതാണ് പറയുന്നത് നിർവീര്യമായത് ഇനി തുടരുത് എന്ന് പറഞ്ഞാൽ ജീവനുള്ള ദൈവത്തെ സ്തുതിക്കുക. അത് ചെയ്യേണ്ടത് ഒരു കൺസെൻറ്റ് വെച്ചില്ല. ജീവനുള്ള ദൈവത്തെ സ്തുതിക്കുക, എഴുന്നേൽക്ക്, ഇന്നത്തെ രോഗം സുഖമാകും എന്നവർ ആരും പേടിക്കണം, വിഷമിക്കേണ്ട, ഇന്ന് സ്വർഗത്തിൽ എഴുന്നേൽക്കും എന്നൊക്കെ പറയണത് ഒരു സെൽഫിഷ്നെസ് ഇല്ലാണ്ട് ചെയ്യുന്നതാണ്. അതിലാണ് കാര്യം. അവിടെ സെൽഫിഷ്നെസ് ചെയ്തു, തമ്മിൽ പേര് വിളിച്ച് സംസാരിക്കാൻ അറിയില്ല, നിഷേധാവസ്ഥ നിങ്ങളുടെ, ആവശ്യപ്പെടാൻ പറ്റില്ല, ആവശ്യപ്പെടാണ്ട് നിങ്ങൾ ആവശ്യപ്പെടാൻ, ഞാൻ ആവശ്യപ്പെട്ട് പോണ പോലെ പോകുന്നത്, അത് പരിചയം വെച്ച് പോണതും പരിചയമില്ലാത്ത നിങ്ങളെ വിഡ്ഢി ഒരു ബാഡ്ലി മോട്ടിവേറ്റഡ് സ്ഥലത്തിൻ്റെ വ്യത്യാസമുണ്ട്. അതൊക്കെ ഓരോ സമയം വെച്ച് എന്തെങ്കിലും ഉണ്ടാവണം, ആ രീതിയിൽ ചെയ്യുള്ളൂ. അതാണ് പറയണേ നിർവീര്യമായത് ഇനി തുടരുതെന്ന് പറയണേ. ഇനി പറയാൻ പോകുന്നത് അതിനെയാണ്. തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് സ്നേഹിക്കാത്തൊക്കെയാണ്. പറയിപ്പിച്ച് പറയണേയും ഭേദം പറയിപ്പിക്കാണ്ട് സ്വന്തം കാര്യം ചെയ്യുന്നതാണ്, അല്ലേ? അവിടെ തലയ്ക്ക് സീലത്തെ ശോഷിച്ച വളി നാവും കൊണ്ട് പറഞ്ഞിട്ട് ഈ ഷോർട്ട് ഫോം പറഞ്ഞ് നടന്ന് വിവരമില്ലാണ്ട് ഫ്രോഡ് എക്സാം എഴുതി ഫ്രോഡ് സർട്ടിഫിക്കറ്റ്, ഫ്രോഡ് സീലും, കാശ് കൊടുത്ത പോലെ ഫ്രോഡ് സീലും ജോലി ചെയ്തിട്ട് നിങ്ങൾ ഭാര്യമാർക്ക് നിങ്ങൾ നാണക്കേണ്ടാണ്. ഞാൻ തുറന്ന് പറയും, തമ്മിൽ കൊല്ലിക്കണ രീതിയിലാക്കിയിട്ട് എന്താ കാര്യം? അതിനെയാണ് പറയുന്നത്. തുടക്കം ഇതിൻ്റെ ടോപ്പിക് തന്നെ എങ്ങനെയാണ്? നിർവീര്യമായത് ഇനി തുടരുത് എന്നാണ്. അത് നിങ്ങൾക്കില്ല, നിങ്ങൾ തമ്മിൽ കൊലിച്ച് അതന്നെ റിപ്പീറ്റ് ചെയ്യണേ. അതേ ശിഖണ്ഡികളെ ആരാധിക്കുക. നിങ്ങൾ ജനിച്ചത് വൃത്തിഹീനമായ ശിഖണ്ഡികളെ ആരാധിക്കാനാണോ ജനിച്ചത്? നിങ്ങൾ അതിന് മേലും ജനിക്കാതിരിക്കുന്നതല്ലേ? തമ്മിൽ നരകി നീക്കി കൊല്ലിക്കുന്നതാണ്. അങ്ങനെ ജനിക്കേണ്ട കാര്യമില്ല ഞങ്ങൾക്ക്. അതിനെ പണ്ട് അന്ന് ആൽഫതിൽ ഇങ്ങനെ മനുഷ്യർക്ക് ഇങ്ങനെ മൃഗങ്ങളെ പാലിക്കാനാണ് തേജസ്സും ആയുസ് നഷ്ടപ്പെട്ടത്. ഇങ്ങനെ ഈ പരസ്പരം കോപം, ഏഷ്ണിയും വൈരാഗ്യവും പിന്നെ കുറ്റബോധം തോന്നിയിട്ട് തമ്മിൽ കൊല്ലിച്ച് ഇങ്ങനെ ഓരോന്ന് തുടങ്ങിയിട്ടാണ് ഇൻ്റർകോഴ്സ്. അപ്പോൾ അത് അനിമൽസിനുള്ള ഇതായിരുന്നു. അത് പിന്നെയാണ് ഈ ബൈബിളും അതൊക്കെ വന്നത്. ബൈബിളും തനാക്ക് തോറായി താൽമുഡ് എന്നൊക്കെ പറയുന്നത്. അല്ലാണ്ട് അമർചിത്രകഥനെ ആരും വിശ്വസിക്കാൻ പോണു? അമർചിത്രയിൽ പല രാജാക്കന്മാരും രാജ്ഞികളും തമ്മിൽ കൊല്ലിക്കണവരും ഏഷ്ണിയും വൈരാഗ്യം നടക്കുന്ന തലയ്ക്ക് സുഖമില്ലാത്ത ചെകുത്താമാതിരി പലരുണ്ടോ? അതിന് വിചാരിച്ചിരിക്കുക ഗ്രാഫിക്സും. അപ്പോൾ അതിൽ കാര്യമില്ല. അപ്പോൾ അത് ഖുറാനൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. ശരിക്കുള്ള കാര്യം പറയാം. ശിഖണ്ഡികളെ അരച്ചിട്ട് കല്യാണം കഴിക്കാണ്ടിരുന്നിട്ട് അതല്ല തലയ്ക്ക് സുഖമില്ലാണ്ട് ശിഖണ്ഡികളെ മുന്നിൽ ഡാൻസ് കളിച്ചിട്ട് എന്താ കാര്യങ്ങൾ? അപ്പോൾ ഉള്ള കാര്യം സംസാരിക്കാം. നിങ്ങളുടെ ഹിന്ദു, മുസ്ലിം, റോമൻ കത്തോലിക്കിൽ ഞാൻ വിഡിത്തത്തിൽ കൈയിടുക മീൻസ് അത് തിരിച്ച് പ്രതീക്ഷിക്കാൻ സ്നേഹിക്കുക. റിലീജിയൻ നോക്കിയിട്ടില്ല. റിലീജിയനും മെറ്റീരിയലിസവും എൻ്റെ എതിരില്ല. അത് മനസ്സിലാക്കാൻ പഠിക്കാം. അപ്പോൾ ആ രീതിയിൽ തന്നെ പോണത്. അതുകൊണ്ട് തന്നെ പറയണേ, ഇതിൻ്റെ ഇനി വരണ കാര്യങ്ങൾ പറയുന്നത് ഫുള്ളും ഇതന്നെ പറയണേ. നിർവീര്യമായി തുടരുത്. നിർവീര്യത്തിൻ്റെ അർത്ഥം എന്താ? അത് മനസ്സിലാക്കാൻ പഠിക്കുക. ഞാനിപ്പോൾ നിർവീര്യമായത് ഇനി തുടരുത്, അതാണ് അതിൻ്റെ അർത്ഥം. ആവശ്യമില്ലാത്തത് തുടരുത്, അതാണ് അർത്ഥം. സ്വന്തമായിട്ട് കാര്യം ചെയ്യാൻ പറ്റാത്തവരെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്. അവർക്ക് ഈ ശിഖണ്ഡികൾ ആരാധിക്കാനാണോ നിങ്ങൾ ജനിച്ചത്? എന്തിനാണ് നിങ്ങൾ ജനിച്ചത്? ഞാൻ മനസ്സിലാക്കാൻ പഠിക്കുക. എന്ന് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ അറിയില്ല, സ്വന്തമായിട്ട് ഒരു ഭക്ഷണം ഏത് സമയത്താണ് ആരും പറയിപ്പിക്കാണ്ടൊന്നും ചെയ്യാൻ അറിയില്ല. ഒരു ചെറിയൊരു ചായ ഉണ്ടാക്കാൻ അറിയാം, അല്ലാണ്ട് വേറെ ആവശ്യമില്ലാണ്ട് എന്തെങ്കിലും സ്വന്തമായി ചേരുക, സ്വന്തമായിട്ട് പറഞ്ഞാൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ അറിയോ? അലങ്കോലാണ്. ചെറിയൊരു കാര്യം, ഒരു 23 കിലോമീറ്റർ 8 പ്രാവശ്യങ്ങളെയോ അവിടെ ഇവിടെ ഏത് സ്ഥലത്തായിക്കോട്ടെ, ആരും കോൺടാക്ട് വേണ്ട, നടന്ന് വരാൻ അറിയോ? ഏത് വൈൽഡ് ആനിമൽസ് ഉള്ള സ്ഥലമാണെങ്കിലും ചെറിയൊരു 50 മീറ്റർ നടക്കും. എന്നിട്ട് ഇങ്ങനെ കിടപ്പാണ് 10 മണിക്കൂർ ഡ്രഗ് അടിച്ച് കുടിച്ച് സിഗരറ്റും വലിച്ച് സ്വന്തമായിട്ടും ചെയ്യും. 3 ദിവസം കഴിഞ്ഞാൽ അവർക്ക് ആരും വന്ന് ഉണ്ടാക്കി കൊടുത്താലേ ചെയ്യൂ. സർവൻസ് തീട്ടം വിളമ്പി എന്തെങ്കിലും ഉണ്ടാക്കിയോളാം. അപ്പോൾ അതൊരു വീഴും. ഈ ശിഖണ്ഡികളുടെ ഈ വൃത്തിഹീനമായ മൂത്രം ഒഴിച്ച് ഗുട്ക കഴിച്ച് നടന്ന് ഡ്രഗ് അടിച്ച് നടന്ന് കഞ്ഞിവെള്ളം തുപ്പി വൃത്തികെട്ട ഭക്ഷണം കഴിച്ച് പല്ല് തേച്ച് അവിടെ തുപ്പി 3 വർഷമായും ക്ലീൻ ആക്കാത്ത ഇവരെ ആരാധിക്കാനാണോ നിങ്ങൾ ജനിച്ചത്? ഇവരുടെ മുന്നിൽ ഡാൻസ് കളിക്കാനാ, ഗോഷ്ടി കാണിക്കാനാണ്? നിങ്ങളുടെ തന്തയ്ക്ക് തള്ളയ്ക്ക് നിങ്ങൾ ആവശ്യമില്ല. നിങ്ങളുടെ തന്തയ്ക്ക് തള്ളയ്ക്ക് നിങ്ങൾ ഭയങ്കര മതിപ്പാൻ വിചാരിച്ചിട്ടാണ് ഇരിക്കണത്. മനസ്സിലാക്കാൻ പഠിക്കും. ഹിന്ദി കുട്ടികൾ പറയോ? ഇല്ല.
അപ്പം അത് മനസ്സിലാക്കാൻ പഠിക്കുക. അപ്പം അത് കഴിഞ്ഞിട്ട് ഏത് വോയിസിൽ പറഞ്ഞ നിങ്ങൾക്ക് അത് കാര്യമില്ല. നിങ്ങളൊരു വൈറ്റ് ഷർട്ടും ഞങ്ങൾക്ക് എനിക്ക് ആവശ്യമുള്ളത് എനിക്ക് സംസാരിക്കുമ്പോൾ ഞാൻ അത് ചെയ്തോളൂ. ബ്ലാക്ക് പാൻറ്റ് വൈറ്റ് ഷർട്ട് ഇട്ടിട്ട് അണ്ടിയൊക്കെ ആർട്ടിഫിഷ്യൽ അണ്ടി തൂക്കിയിട്ടിട്ട് റോട്ടിലൂടെ നടക്കാൻ പറയും. നിങ്ങൾക്ക് അതും ചെയ്യാൻ പറ്റില്ല. എന്താ നിങ്ങൾ കല്യാണം കഴിക്കാത്ത? നിങ്ങൾ പേടിയാ പിൽസും അബോർഷനും പ്രഗ്നൻ്റ് ആയിട്ട് ഈ വീട്ടിൽ ശിഖണ്ഡികൾ അരച്ച് നടക്കുന്നു. ഇത്രയ്ക്ക് വിവരമില്ലായ്മയാണ് നിങ്ങൾക്ക്. അതിൻ്റെ അങ്ങനെ മോന്തയാണ് ഒറ്റയടികൾ ഈ നാച്ചുറലായിട്ട് വന്നതിന് വൃത്തികേടായിട്ട് ശോഷിച്ച വൃത്തികേട് ഫ്രോഡ് എക്സാമും ഒക്കെ എഴുതി നടക്കണവരെ അതും പറയിപ്പിച്ച് ഡ്രഗ് ബൂസ് അടിച്ച കണ്ണുകൾ വെച്ച് കുറേ വിഡ്ഢികൾ തലയ്ക്ക് സുഖമില്ലാത്ത ഗുഡ് കഴിക്കണവർ കൈയടിക്കാണ്ടാവും നിങ്ങൾക്ക്. ഇങ്ങനെയുള്ള ഗുഡ് കഴിക്കണ സ്വയം റെസ്പെക്റ്റ് ഇല്ലാത്ത ശിഖണ്ഡികളെ ആരാധിക്കണവരെ എന്തിനു റെസ്പെക്ട് ചെയ്യണം ഞാൻ? നാണം കെട്ട 5 അടി 6 ഇഞ്ചുണ്ട്. ഏതോ 65, 60, 70, 75, 80 വയസ്സവരെയും ഈ 37, 26 വയസ്സുള്ളവരും അവരുടെ നിലനിൽക്കുന്ന കണ്ട് ഇപ്പം ഇങ്ങനെയുള്ള വയസ്സന്മാർ കിഡ്നി ഡിസീസ് വന്ന് ചാക്ക് തൂക്കിയിട്ടിട്ട് റൈസിപ്പെട്ട് നടക്കണം. ഈ 68, 65, 70, 75, 80, 85 വയസ്സവരെയും അനുകരിക്കാൻ കോപ്പി ചെയ്യാൻ നിങ്ങൾക്ക് നാണക്കേടില്ലേ? അവരെ വളിവിട്ട സമയാനുസൃതമില്ലാണ്ട് ഏതോ വളിവിട്ട സമയത്ത് നാമം വളിവിട്ട എന്തൊക്കെ പറയും. വളിവിട്ട നിങ്ങളുടെ നാവിൻ മക്കളുണ്ട്, വളിവിട്ട നാവുള്ള മക്കള്, വളിവിട്ട ഭാര്യ, അബോർഷൻ ഭാര്യ, പണ്ട് തൊട്ട് എന്തൊക്കെ ഡിസെലക്ഷൻ കാരണം എന്തൊക്കെ സെലക്ഷൻ അവർ നിങ്ങൾ നേരെയാക്കാൻ പഠിക്കുക. അവരുടെ നാവ് വളിവിട്ട നാവ് അത് നിങ്ങൾ കടിഞ്ഞാടക്കാൻ പഠിക്കുക. എന്നിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കാൻ പാ. അപ്പം നിങ്ങൾ ശരിയാവും. ഇല്ല, നിങ്ങൾ എവിടെ ശരിയാവണോ? നിങ്ങൾ ശിഖണ്ഡിലായിരിക്കണേ. ഫ്രോഡ് എക്സാം, കാശ് കൊടുത്ത് ഫ്രോഡ്, മുംബൈയിലൊക്കെ നടക്കണം ഫ്രോഡ് സൈന്, ഫേക്ക് സൈന്, ഫേക്ക് സിഗ്നേച്ചർ, ഫേക്ക് സീല്, ഫ്രോഡ് ജോലി, ഫ്രോഡ് സർട്ടിഫിക്കറ്റ്സ്, ഇതൊക്കെ കൊണ്ട് നടക്കാൻ നിങ്ങൾ ഭാര്യയ്ക്ക് ഒരു നാണക്കേട്. നിങ്ങളുടെ വളിവിട്ട മോതി, കറുത്ത മോതി, എന്തെങ്കിലും നാണക്കേട് നിങ്ങളുടെ കൂടെ നടക്കാൻ. എൻ്റെ വളിവിട്ട മോതൽ മക്കളോ 15 വയസ്സായിട്ട് ഈ ഡ്രഗ് അടിച്ചു കൊടുത്താൽ നട്ടാൽ ഈ ഫ്രോഡ് സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പോണത്. മുംബൈയും ബാംഗ്ലൂരും വൃത്തികെട്ട പൊടി പിടിച്ച ഈച്ച പിടിച്ച സ്ഥലം, പൊടിയും അഴുക്കും ഡ്രഗ് അടിച്ച് നടക്കണം. എ സി ഇട്ടല്ലേ മറിച്ച് ഈച്ചകളുള്ള സ്ഥലവും ഹോസ്പിറ്റൽ ഏത് പണ്ടാരപ്പെട്ട സ്ഥാപനമാണെങ്കിലും ഇങ്ങനെയുള്ള ഒരു നല്ല തനതായ ജീവനുള്ള ദൈവത്തിൻ്റെ മാതൃകയായിട്ട് നടക്കണവർക്ക് അവിടെ അങ്ങനെയുള്ള സ്ഥലത്തൊന്നും നരകി നീങ്ങാൻ പറ്റില്ല. നിങ്ങൾ നരകി നീങ്ങുന്ന തെറ്റ്. നിങ്ങൾ നരകി നീങ്ങി നിങ്ങളുടെ അവസ്ഥയിൽ നിങ്ങൾ ഡ്രഗ് അടിച്ച് നിങ്ങളുടെ 10 വർഷം ജീവിക്കണം കുരങ്ങെന്നാണ് ഉണ്ടായെന്നൊക്കെ പറയുമ്പോൾ വിഡിത്തം വിശ്വസിക്കണ കുറേ മാഷ്മാരെ ചണ്ടി മടത്ത് അവിടെ ഇരിക്കണവർ ഈ മക്കള് വിഡിത്തവും വിശ്വസിച്ച് വിവരക്കേടും വിശ്വസിച്ച് ഈ പരീക്ഷയിൽ തോറ്റ് ഡ്രഗ് അടിച്ച് കൊടുത്ത് നടക്കണവരായിരിക്കും. അവർ തന്ത തള്ളയുടെ പോലെ. അതാണ് ഇവിടെയാണെന്ന് വിചാരിക്കേണ്ടത്. ഞാൻ എവിടെയും വന്നാൽ നിങ്ങൾ നരകി നീങ്ങണം. നിങ്ങൾ 2 വർഷത്തെ നിങ്ങളുടെ കൂടെ കഴിയണ്ടോ? ഞാൻ നിങ്ങളുടെ കൂടെ ഡ്രഗ് അടിച്ച് പൊടിച്ച് ബോധമില്ലാണ്ടവരും വൃത്തികേട് ചെയ്തിരിക്കില്ലേ? അത് ബോധത്തോടെ കാര്യങ്ങൾ ചെയ്യാം. ബോധത്തോടെ ചെയ്യുമ്പോൾ മിണ്ടാണ്ടിരിക്കേണ്ട അതും ചെയ്യാം. കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അത് ബോധത്തോടെ ഇരിക്കും. ബോധത്തോടെ ചെയ്യണോ? അതിൽ അധികം തട്ടിച്ചളിക്കാൻ നിൽക്കരുത്. അതങ്ങനെയാണ്. അത് നിങ്ങൾ ചോദിച്ചു വരും. നിങ്ങൾ സാധാരണ രീതിയിൽ സംസാരിക്കാൻ അറിയില്ല. എന്തുകൊണ്ട്? നിങ്ങൾ ധൈര്യമില്ല, നിങ്ങളിൽ തെറ്റുണ്ട്. ഇനി ആവശ്യമില്ലാത്ത രീതിയിൽ നിങ്ങൾ ചോദിക്കാൻ പാ. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കാൻ അങ്ങനെയാണോ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് എനിക്ക് അപ്പം സംസാരിക്കാനുള്ളത് നല്ല അവസരം കിട്ടും. എല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ എൻ്റെ ഫോണിലിരിക്കും, മൊബൈൽ ഫോണും അതൊക്കെ കാര്യങ്ങളിരിക്കും. അതൊക്കെ എനിക്കറിയാം. എനിക്ക് ആവശ്യമില്ല. ഞാൻ അന്ന് പറയേണ്ട പോലെ പറയുന്നത് എനിക്ക് ആവശ്യമില്ല. ഡിസ്കണക്ട് ചെയ്തോ, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, എനിക്ക് അല്ലെങ്കിൽ മനസ്സിലാവും എന്ന് പറഞ്ഞാൽ 3 ദിവസം നോക്കിയാൽ എനിക്ക് ഇങ്ങനെയുള്ള ആർട്ടിഫിഷ്യൽ കാര്യങ്ങൾ നിങ്ങളുടെ പോലെ ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കാൻ ഒരു ആൾക്കാർക്ക് ഇതില്ലാത്തത് നിങ്ങൾക്കാണ്. കുടിച്ച് ഡ്രഗ് അടിച്ചവരെ നോക്കിയിരിക്കണ പോലെ തലയ്ക്ക് വിവരമില്ലാണ്ട് തലയ്ക്ക് വെളിവില്ലാണ്ട് പരീക്ഷയിൽ പൊട്ടി ഡ്രഗ് അടിച്ച് നടക്കുന്ന പോലെ എനിക്ക് നോക്കേണ്ട കാര്യമില്ല. 2 വർഷം നിങ്ങളിവിടെ നരകി നീങ്ങിയ ഞാൻ ജീവിക്കുന്നുണ്ട്. നിങ്ങൾ നരകി നീങ്ങിയ ശോഷിച്ച ഞാൻ അതിൽ ജീവിക്കുന്നുണ്ട്. അത് നിങ്ങൾക്കറിയില്ല. നിങ്ങളുടെ പോലെ കുടിച്ചിലൊക്കെ അടിച്ച് നടക്കുള്ളൂ. എന്നിട്ടും വളി വിട്ട പോലെ നിങ്ങളുടെ തന്തയുടെ തടയെ വളി വിട്ട നിങ്ങൾ അനുകരിച്ച് നടക്കണ കാര്യം എന്താ? ഇത് വല്ല കാര്യമുണ്ടോ? അത് പറയണേ. പലരും ഉണ്ടാവും. ഷാജു ഉണ്ടാവും, പാരലിസിസ് ചാക്കോ ഉണ്ടാവും, പലരും ഡെന്നീസ് പലരും ഉണ്ടാവും, ആൽവിൻ ഉണ്ടാവും, വൃത്തികെട്ട തോമസ് ഉണ്ടാവും. അവരൊക്കെ പിന്നെ ശിവരാമൻ ഉണ്ടാവും. അല്ലെങ്കിൽ അവിടെ മറ്റേ കൊച്ചിൻ്റെ തന്ത ഉണ്ടാവും. ഇത്ര പോകുന്ന 5 അടി 6 ഇഞ്ചും 5 അടി 2 ഇഞ്ചും ഓട്ടോ വയസ്സിനൊരു മോന്ത കണ്ടതിന് അരിച്ചു കയറും. അതുണ്ടാവും. കുറേ പേരുണ്ടാവും. സിജോ ഉണ്ട പോലെ അവരവിടെ വീട്ടിൽ 10 വർഷം 27 വർഷം അവിടെ ജീവിക്കുന്നുണ്ട്. അവിടെ തന്നെ ജീവിക്കാണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ പെണ്ണിനാണ്, ചാക്കാണ്, കോണാണ്, എന്താണ് നിങ്ങളെ ഞാൻ പറയും പെണ്ണാണ്, മൂത്താനും പേര് ചൊല്ലി സംസാരിക്കാൻ പഠിക്കുക. അതൊക്കെ പറ്റി നിങ്ങൾക്ക് തെറ്റുണ്ട്. ഒരു സ്പെഷ്യൽ ആളെ കാണുമ്പോൾ അതിൽ തെറ്റുണ്ട് നിങ്ങളിൽ. അതുകൊണ്ട് നിങ്ങൾക്ക് കുശുമ്പും കുറ്റുള്ളതുകൊണ്ട് നേരെ സംസാരിക്കാൻ പറ്റും. പറയും അവരൊക്കെ ചാക്കോം സിജോവും ആൽവിനും ഫ്രെഡി മെബിനൊക്കെ ഇനി കുറച്ച് പാരീസ് ഡെന്നിസിന്റെ വീട്ടിൽ താമസിക്കാം ഒരു 10 ദിവസം. അത് കുടിച്ചിട്ട് നമുക്ക് റോട്ടിൽ കുടിയിൽ തോമസ് ഉണ്ട് പൊട്ടിയ ഒരു പോസ്റ്റർ പൊട്ടിച്ച് പൊട്ടി പാലിസായി. എന്നിട്ട് അവിടെ നിന്നിട്ട് ഞങ്ങൾ റോട്ടിൽ ഉരുണ്ട് കളിക്കാം. ഒരു 10 ദിവസം റോട്ടിൽ ഉരുണ്ട് കളിക്കാം. വീട്ടിലിരിക്കാണ്ട് അവർ റോട്ടിൽ ഉരുണ്ട് കളിക്കാം. ഷാജി പറഞ്ഞു ഞാൻ ജോസിൻ്റെ വീട്ടിൽ താമസിക്കാം. അവിടെ മറ്റേ കാനഡയും ജോയ് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ കുറച്ച് നേരം 2 മാസം ഇവിടെ താമസിക്കാണ്ട് നമുക്ക് ആ കുടിയിൽ റോട്ടിൽ തളം കെട്ടിയിട്ട് ഈ വീട്ടിൽ അവിടെ താമസിക്കാം. അതാണ് പറയണേ. സ്വന്തം വീട്ടിൽ ഇവിടെ തന്നെ ഇവിടെയൊക്കെ പോയിട്ടുണ്ട്. അതനുസരിച്ച് നിൽക്കണേ.
അത് നിങ്ങളുടെ പോലെ കുടിച്ച് ഡ്രഗ് അടിച്ച് നടക്കണം. ഒരു തലയ്ക്ക് വെളിവില്ലാണ്ട് അവിടെ ഇവിടെയും ഒരു പരസ്പര ബന്ധമില്ലാണ്ട് പറഞ്ഞ പോലെയാണത്. അപ്പോൾ കുറേ കുരുട്ട് മോന്തകൾ കൊണ്ടുവച്ചിട്ട് ഒരു കാര്യമില്ല. കുരുട്ട് മോന്ത ഇവിടെ വരില്ല. കുരുട്ട് മോന്ത നിങ്ങളുടെ കയ്യിലിരിക്കണം, നിങ്ങളുടെ ബ്രെയിൻ്റെ ഉള്ളിൽ ബ്രെയിൻ ഉപയോഗിക്കാൻ പറ്റാണ്ട്. അതുപോലെ ചാക്കവും എല്ലാ വക വെട്ടികളും ഈ ഇംഗ്ലീഷ് മാത്സ് എക്സാം എഴുതി പുറത്ത് പോകണം പക്രൂടെ മോന്തകളാണല്ല. അത് ഇവിടെ ഇങ്ങനെ വരാം. പക്രോട് മോന്തകളെല്ലാം ഒരു 12 സി വെഡിത്തം വിശ്വസിച്ച് പരീക്ഷ പൊട്ടി ഡ്രഗ് അടിച്ച് കുട്ടിക്കഴിച്ച് 5 വർഷം നടന്നുണ്ടാവും. അങ്ങനെ നടന്ന ഒരു കൂട്ടത്തോടെ വൃത്തികേട് നടന്നത്. അങ്ങനെയാണ് അവൾ മാളിവിട്ട പോലും ഭാര്യയുള്ളത്. മാളിവിട്ട പാരലിസിസ് ആവണത്. അങ്ങോട്ട് നിങ്ങളിവിടെ ആവശ്യപ്പെട്ടില്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് സമയത്ത് ചെയ്തോളും. അത് ആ സമയത്തിന്. അല്ലാണ്ട് നിങ്ങൾ ആവശ്യപ്പെടാൻ ഞാൻ പോകില്ല എന്ന് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യപ്പെടാൻ പറ്റണല്ലേ. നിങ്ങൾക്ക് ആൾക്കാർ രണ്ട് കുടിച്ച് ഡ്രഗ് അടിച്ചിട്ട് തമ്മിൽ കൊല്ലിക്കണോ? മാറി നിന്ന് നിങ്ങൾ കൊല്ലിച്ചവർ ഡ്രഗ് അടിച്ച് കുടിച്ച് പോട്ടെ പറഞ്ഞ് അട്ടച്ച് ചിരിച്ചാലും നാടകം നിങ്ങൾ പോയി അയ്യോ എൻ്റെ കൂട്ടുകാരൻ പോയി നാടകം വേറെ ചോദിക്കുമ്പോൾ ചെയ്താലും നിങ്ങൾ അതേ വിശ്വസിക്കൂ. മാറി ചിരിച്ചത് നിങ്ങളാണല്ലേ. അങ്ങനെ ഡ്രഗ് അടിച്ച് തമ്മിൽ കൊല്ലിക്കാൻ നിങ്ങൾ എന്തിനാ ഇവർക്ക് ഇടാൻ കൊടുക്കണം? നിങ്ങളുടെ വളിവിട്ട നാവൽ ജീവിതത്തിൽ സോഷ്യലിസ്റ്റ് നിങ്ങൾ സോഷ്യലിസ്റ്റ് പുറത്ത് കാണിക്കണോ? വല്ല വളിവിട്ട ഹിന്ദി കുട്ടികളത് പറയോ? അനുകരിക്കാൻ നടക്കണം. ഈ 68, 65, 70, 65 വയസ്സായ തലേക്ക് സുഖമില്ലാത്ത വയസ്സന്മാരെയാണ് നിങ്ങൾ 75, 78 ആര് കോപ്പി ചെയ്ത് ശിഖണ്ഡികളെ അരച്ച് പെണ്ണും പിരിച്ച വർഷം പ്രഗ്നന്റ് ആയി നടക്കുന്നവരുണ്ട്. അവർ തന്തേയും തള്ളയും മൃഗമേ കൊല്ലിച്ച് ചേച്ചീനെയും അവർക്ക് 2 ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഉണ്ട്. അവർ കൊല്ലിച്ചതൊന്നും അവർക്ക് പറയാറില്ല. എന്നിട്ട് ഇങ്ങനെയുള്ള വയസ്സൻ ഒരു കോപ്പി ചെയ്ത് ബൂസ് കണ്ണുകൾ വെച്ച് സിഗരറ്റ് വേസ്റ്റ് വിടുന്ന സിഗരറ്റ് ഗുഡ്ക ഡ്രഗ് വല്ല വക ബ്രാൻഡ് കള്ളുകൾ എന്താണ് ഇങ്ങനെ വേസ്റ്റ് വിടുകണേ? ജീവിക്കാൻ താല്പര്യമില്ല അവർക്ക്. നീ വെച്ചാൽ ജീവിക്കാൻ തമ്മിൽ കൊല്ലിച്ചിരിക്കുന്നതാണ്. ജീവിക്കാൻ താല്പര്യം ഉണ്ടായിട്ടാ? ജീവിക്കാൻ താല്പര്യമില്ല. തന്ത തള്ള എന്തിനോ വേണ്ടി ജനിച്ചു, എന്തിനു വേണ്ടി ചാവണമെന്നുള്ള പോലെ. ഒരു കാര്യം ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് പറയുമ്പോൾ ക്രിസ്ത്യാനിറ്റി കൂട് പാടും എന്നുള്ളത് വേർഡ്സ് വരില്ലേ? നിങ്ങളുടെ ഹിന്ദു മുസ്ലിമും ഇവിടെ കൊണ്ടുവന്നിട്ട് എന്താ കാര്യം? പാകിസ്ഥാനികളും 2 വർഷമില്ലേ കാട് കൂട് പെട്ട തലമാര് 26 വയസ്സ് 37 വയസ്സ് പോകുന്ന പളിവിട്ട നിങ്ങൾ കണ്ട 65 വയസ്സ് തോന്നിക്കുന്നു പറയണം. 26 വയസ്സായ 35 വയസ്സായ 35 വയസ്സായുള്ളവർക്ക് എന്തുണ്ടത്? അവർ ഈ വളിവിട്ട വയസ്സന്മാരെയാണ് അനുകരിക്കുന്നത്. വളിവിട്ട മോന്തകൾ പെട്ട തലമാര് 26 വയസ്സായാലും പെട്ട തല മോന്തോടെ നിങ്ങൾ എത്ര വയസ്സ്? എനിക്ക് 26 വയസ്സായിട്ടുള്ളതെന്ന് അവർ പറയും. പക്ഷെ അവർ വളിവിട്ട നാവ് കേട്ടറിയാം. അയ്യോ ഞാൻ 70 വയസ്സായെന്ന് പറയും. അങ്ങനെ തോന്നി. അങ്ങനെ പറയണവരോട് എന്തിനാണ് ഈ വളിവിട്ട ഡ്രഗ് അടിച്ച് കൊടുക്കണം? തമ്മിൽ അനുകരിച്ച് ഈ പെണ്ണമാരും ശിഖണ്ഡികളും എല്ലാം നിങ്ങളുടെ കൂട്ടത്തിലുള്ള തമ്മിൽ കുറ്റം പറഞ്ഞ് നടക്കുന്നവരല്ലേ? അവർ തന്നെയല്ലേ ഈ കള്ളം കുടിച്ച് തമ്മിൽ കൊല്ലിക്കുന്നത്? ഒരു ബാഹുബലി ഉണ്ട്. അതെന്ന് വെച്ചാൽ പറപ്പിച്ച് ഗ്രാഫിക്സ്. ആ വളിവിട്ട മോന്തകൾ ഉണ്ടാവില്ലേ കണ്ണും തള്ളി നിൽക്കുന്നത്. ആ വളിവിട്ട ശവം വരെ ഇപ്പൊ ഇവിടെ റൂമിൽ ഡ്രഗ് അടിച്ച് നടക്കേണ്ട MDMA കഴിച്ച് പോയി നോക്കാൻ എന്താ ചെയ്യണേന്ന്. തമ്മിൽ കൊല്ലിച്ച് ഇങ്ങനെ ചെയ്ത് ഈ ശിഖണ്ഡികളുടെ മുന്നിൽ ഡാൻസ് കളിക്കാൻ ശിഖണ്ഡി നട്ടരാജ്, ഒരു ഗാണ്ടു ഷാറുഖ് ഖാൻ, ഒരു ഗാണ്ടു ശോഭന, ഇങ്ങനെയുള്ള വണ്ടി തൂക്കിയിട്ട് വെളി നടക്കാൻ പറയും. എല്ലാ ശിഖണ്ഡി പെട്ടത്തലമാരും ശിഖണ്ഡി മാമുക്കോയും എല്ലാ ഉണക്കമോന്തകളും വിശ്വസിച്ചിരിക്കാൻ നീ എല്ലാം നോണയായിരുന്നു. നീ എന്തിനാണ് ഫേക്കിനെ വിശ്വസിക്കാൻ പോയത്? ഒരു ഗാണ്ടു ശിവൻ, ഒരു ഗാണ്ടു ഹിന്ദു. എനിക്ക് ഹിന്ദുക്കളെ കാണുമ്പോൾ അരിച്ചു കയറും ചെറുപ്പത്തിന് പോലും. ശരിയാ, തിരിച്ചു പ്രതിഷ്ഠിക്കാൻ സ്നേഹിക്കാം, സോഷ്യൽ വാക്കുകൾ പറയരുത്. തിരിച്ചു പ്രതിഷ്ഠിക്കാൻ സ്നേഹിക്കുക, പങ്കുവയ്ക്കുക, സ്നേഹിക്കുക, സ്പിരിച്വൽ ബ്രൈഡ് വിവാഹത്തിനോട് പഠിക്കുക. ക്രിസ്ത്യാനിറ്റിയിൽ പറഞ്ഞത് അത് ഹിന്ദു ആയി മുസ്ലിം ആയി റോമൻ കത്തോലിക്കായി ലവ് തന്നെയാണ് അല്ലേ? പക്ഷെ നിങ്ങളെന്താ ചെയ്യണേ? വാളി വിട്ടെന്നാവും തമ്മിൽ അവരെ കൊല്ലിച്ചുകൊണ്ടിരിക്കും. അതാണ് ഗാണ്ടു ശിവൻ എന്ന് പറയണേ. ഗാണ്ടു ശവം, ഗാണ്ടു അയ്യപ്പൻ, എല്ലാ ചീടുകളും മന്ദബുദ്ധികളും നിങ്ങൾ അരച്ചിരിക്കും. നിങ്ങൾ ജീവനുള്ള ദൈവം വ്യത്യാസമുണ്ട്, ഒരു പെർഫെക്റ്റ് നടക്കുന്ന വ്യത്യാസമുണ്ട്. അല്ലെങ്കിൽ ഈ വളിവട്ട ശവങ്ങളെയും വിപരീതം റോമൻ കാത്തലിക്സ്. ഞാൻ ബൈബിളിൽ എഴുതിയത് എങ്ങനെയാണ് ശരി, പക്ഷെ ഞാൻ ബൈബിളിൽ എഴുതിയതല്ല ചെയ്യുക. ഞങ്ങൾ റോമൻ കാത്തലിക്സും ലാറ്റിൻ കാത്തലിക്സും എല്ലാം വിപരീതം ചെയ്യുള്ളൂ. മെജോറിറ്റി വിപരീതം ചെയ്ത് ഡ്രഗ് അടിച്ച് കുടിച്ച് ഡ്രഗ് അടിച്ച് ഇല്ലാണ്ട് ചത്ത കഴിഞ്ഞാൽ ആർക്ക് വേണം? പാദ്രികളെ ആവശ്യം നിന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ചോദിക്കാറ് നിന്ന് വേറത്തേക്ക് നക്കപ്പിച്ച സാലറി ചെയ്തുകൊണ്ടിരിക്കുക. ആർക്ക് വേണ്ടിയാണ് ഈ വിലയാണ്ട് ചെയ്യണം? നിങ്ങൾക്ക് ഒരു കാര്യം ആവശ്യപ്പെടാൻ അറിയില്ല. നിഷേധാവസ്ഥ നിങ്ങൾക്കാണ്. ഡ്രഗ് അടിച്ച് നടക്കണം. വെഡിത്തത്തിൽ കടുംപിടുത്താണ് നിങ്ങൾക്ക്. വെഡിത്തത്തിൽ മുറുകെ പിടിക്കുക. വെഡിത്തത്തിൽ മുറുകെ പിടിച്ച് ആഴ്ന്ന് ഇല്ലാണ്ടായി ശ്വാസം മുട്ടിച്ചാവും. വിപരീതം ചെയ്തിട്ട് എന്താ കാര്യം? ശരിക്കുള്ള കാര്യം നിങ്ങളുടെ കൂടെ ഡ്രഗ് അടിച്ച് തമ്മിൽ കുടിച്ച് നടക്കണമെന്ന് പറയോ? തലയ്ക്ക് സുഖമില്ലാത്തവർ ഇതിൻ്റെ കൂടെ ഡ്രഗ് അടിച്ച് നടക്കുന്നുണ്ട്. പരീക്ഷയിൽ പൊട്ടി, ചെറിയൊരു ടെസ്റ്റിൽ പൊട്ടിയാൽ സിഗരറ്റ് വലിക്കാൻ നടക്കില്ലല്ലോ. അല്ലെങ്കിൽ ഒറ്റ സോഷ്യൽ വാക്കുകൾ വരില്ലല്ലോ. അവിടെ ചിന്താഭാരമുള്ളവർ നിങ്ങളെ വെഡിത്തം ഓർത്തിട്ട് ഞാൻ ഈ ചിന്തിക്കേണ്ടി വരണം. എന്തുകൊണ്ട് നിങ്ങളുടെ ഇങ്ങനെ ഇത്രയ്ക്ക് വെഡിയായി പോയില്ലോ നിങ്ങളെന്ന് മനസ്സിലായ? നിങ്ങൾ ഡ്രഗ് അടിച്ച് കുടിച്ച് നിന്ന് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഫീൽ ചെയ്യണവർ, നിങ്ങളിൽ രണ്ട് ചിന്താഭാരമുള്ളവർ, നിങ്ങൾക്ക് ശരിക്കും ചിന്തിക്കാൻ അറിയാണ്ട് വിപരീതം ചെയ്യണവർ, ഫുള്ളായിട്ട് വിപരീതമില്ലായ്മ, വെഡിത്തത്തിൽ വിശ്വസിക്കുക, ഡ്രഗ് അടിച്ച് പേടി, ക്ഷീണം, ധൈര്യമില്ലായ്മ, വിഷമം, ആർട്ടിഫിഷ്യൽ മറവി വേണ്ടവർ, ഇങ്ങനെ നമുക്ക് മറക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കുന്നവർ തമ്മിൽ കൊല്ലിക്കുന്നത്. ഇതിന് സോഷ്യൽ എന്ന് പറയാൻ പറ്റില്ല.
ഇതിനെയാണ് പറയുന്നത് ഓപ്പോസിറ്റ് ഓഫ് സോഷ്യൽ. എന്താണ് മിസ്കമ്മ്യൂണിക്കേഷൻ, തമ്മിൽ കൊല്ലിക്കുന്നത്. അതിൽ കുറേ സ്ത്രീകൾ, വെട്ടി സ്ത്രീകളായിരിക്കും ഇതാണ് ശരി, ഈ സോഷ്യലിനും വിപരീതം ചെയ്യുന്നതാണ് ശരി എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ സോഷ്യൽ തമ്മിൽ കൊല്ലിച്ച് നടക്കുന്നവരും ചികിത്സിക്കുന്നവരും വിപരീതം ചെയ്യണവരും വക്കീൽമാരെല്ലാം ഡ്രഗ് അടിച്ചു കൊടുത്ത് നടക്കുന്ന പോലീസുകാർ. ഡ്രഗ് അടിച്ചു കൊടുത്ത് നടക്കുന്നവർ ന്യൂസിൽ ബാണ്ടകെട്ടിട്ട് പിടിച്ച് ഫോട്ടോ എടുത്താലും വീഡിയോ എടുത്താലും ആ ജയിലിൽ കിടക്കുന്നവർക്ക് കാശ് വീട്ടിൽ പാരൻസ് കാശ് കൊടുത്താലും ഈ ഡ്രഗ് അഡിക്സിന് അവർ വീണ്ടും ഡ്രഗ്സ് കൊണ്ടുകൊടുക്കും. 10,000 രൂപ ഫോൺ പേയിൽ അവരുടെ അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ ഭാഗിച്ചെടുക്കും കാശ്. അതുകൊണ്ട് ഈ പോലീസുകാർക്ക് ആക്കിയിട്ടിട്ട് എന്തിനും വല്ല ഷഡ്ഡിയും പ്രൈസിലിട്ട് തന്നാൽ പോലെ ഓഫീസിൽ നിങ്ങൾ കള്ളും ഡ്രഗ് അടിച്ച് നടക്കുന്നുണ്ട്. പിന്നെ ഇതിന് ഇവരെ അറസ്റ്റ് ചെയ്യലുണ്ട കാര്യം? അപ്പോൾ അവർ ജയിലിട്ട് വീട്ടിലിരുത്തി പോലെ വീട്ടിലിരുത്തി തമ്മിൽ കൊല്ലിക്കുന്നു വിചാരിച്ചിട്ടോ അല്ലേ? ജയിലിൽ നിങ്ങളെങ്ങനെ ഡ്രഗ്സ് കൊടുക്കണം ഒരു 10 രാത്രിയിൽ? അപ്പോൾ ശരിക്കുള്ള കാര്യം പറയണേ, നിങ്ങൾ വിപരീതം പറഞ്ഞിട്ട് കാര്യമില്ല. ശരിക്കുള്ള കാര്യം പറയണേ. ഒരു മുഖം മാസ്ക് ഉണ്ടോ ഒരു കാര്യത്തിൽ, ഇതനുസരിച്ച് എങ്ങനെയാണ് മൂവ്മെൻറ്റ്, എങ്ങനെയാണ് അവതരിപ്പിക്കുക, അതൊക്കെ എന്തൊരു ബുദ്ധിയില്ലായ്മ. എൻ്റെ വീട്ടിൽ അനിയന്മാരെ 8 പല്ല് 10 പല്ല് ബാക്കി വയറുള്ളവർ പറയുമോ? പിന്നെ മക്കളെ കൊല്ലിക്കാൻ നടക്കണവർ, ശരി കണ്ടാണ് ഞാൻ അവർ കൊല്ലിക്കാൻ നടക്കണവർ ഇതിൽ വിഷം ചേർത്തിണ്ടാവും. അപ്പം ഞാൻ ചന്നസാന്ദ്രയിലെല്ലാം കൂടി എറിഞ്ഞു, അച്ചാറെല്ലാം കൂടി കൊണ്ടുവരണ്ടെന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് അവർക്ക് പാടാം. ചന്നസാന്ദ്രയിൽ സെക്കൻഡ് ടൈം പോയത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല, ഞാൻ പിന്നെ പോകുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നിങ്ങൾ വേറെ സ്ഥലത്തല്ലൊക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ ആരും കോൺടാക്ട് ഇല്ലാണ്ട് ധൈര്യമായിട്ട് എവിടെയൊക്കെ നടക്കണം, എന്താ ചെയ്യണം മനസ്സിലാക്കാൻ പഠിക്കും. സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണേ. ഇതിൽ വിഷം ചേർത്തിണ്ടാവുന്ന കഴിക്കാതിരിക്കുന്നത്, അവർ കൊടുക്കുമ്പോൾ കഴിക്കാതിരിക്കുന്നതൊക്കെ അവരുടെ തെറ്റാണ്. അതാണ് ബാക്കിയുള്ളത്. ഞാൻ അങ്ങനെ വിശ്വസിച്ച് വരുന്ന വിചാരിച്ചാൽ നിങ്ങളുടെ ഫ്രോഡ് ഇല്ലായ്മ, നിങ്ങളുടെ പരീക്ഷയിൽ ഹെൽപ്പ് കൊടുക്കുന്നത്, അനന്തരമായി കാശ് മേടിക്കുന്നത് സീച്ചറുടെ പോലെ നിങ്ങളും പെടും. നാണമല്ല. അല്ലെങ്കിൽ ഫ്രോഡ് സർട്ടിഫിക്കറ്റ്, ഫ്രോഡ് ജോലിയും വെച്ചിട്ട് നടക്കാൻ ഈ മുംബൈയിലൊക്കെ ഈ വയസ്സന്മാർ ഇതന്നെ അനുകരിച്ച് നടക്കണേ. ഫ്രോഡ് ജോലി ചെയ്യാനുള്ള നാണാവില്ലേ? എന്നിട്ട് അവർ തന്നെ പറയാം, ഉച്ചയ്ക്ക് ആരെങ്കിലും ഭക്ഷണം ഫുള്ളായിട്ട് കഴിച്ചിട്ട്, ആരെങ്കിലും ഈ ഉച്ചയ്ക്ക് ഫുള്ളായിട്ട് ഫുഡ് കഴിച്ച് നടന്നവർ ആരെങ്കിലും, ഇപ്പം ഞാൻ ചിക്കൻ ബിരിയാണി 4 പേര് 5 പേര് ഫാനോടെ, അപ്പോൾ ഒരാൾ നിങ്ങൾ എന്നെ സ്ഥലത്ത് നിൽക്കി, അപ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ ഞങ്ങൾ കുറച്ച് സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി അത് കഴിക്കാൻ വരുമോ എന്ന് വെച്ചാൽ അത് കഴിക്കാൻ പോവാം. മടുപ്പ് തോന്നില്ലേ? എന്ത് ഫ്രൈഡ് റൈസ് എന്ത് കഴിച്ചാലും നിങ്ങൾ ആ സ്ഥാനത്ത് അസമയത്ത് ആവശ്യമില്ലാത്ത സമയത്ത് ഓരോന്നും ചോദിച്ചു വരുന്നത്, അതിനുള്ള സംസാരം പറയുന്നത്. അല്ലാണ്ട് സാധാരണ രീതിയിൽ സംസാരിക്കാൻ പറ്റില്ലേ? അവിടെ എവിടെ നാവിന്ന് മളി വിട്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ ബാംഗ്ലൂരും എവിടെയും റായ്പൂരിലും പഞ്ചാബിലും എവിടെയും നടന്നു അവിടെ നിന്നായിരിക്കും നീങ്ങിയവർ പലരുണ്ടോ? അവരാണ് അത് വിചാരിച്ചിട്ട് കാര്യമുണ്ടോ? ഇത് ഈ രീതിയിൽ വരണോ? ഗോവ കേരള ആ രീതിയിൽ ആരും അനുകരിച്ച് വരണോ? ഇവിടെ അനുകരിച്ച് നടന്നിട്ട് ബാക്കിയുള്ളവർ ഏതോ വിഡ്ഢികളാന്ന് വിചാരിച്ചിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ശരിക്കുള്ളത് നല്ല ബോധത്തോടെ കാര്യം സംസാരിക്കുന്നത് വേറെ പോലെ ആവോ? ഇപ്പം അവിടെ നിന്നും ദേഷ്യപ്പെട്ട് പറയുന്നത് കുടിച്ച് റെക്കഡ്സ് നടക്കും. ഒരു കാര്യം 23 കിലോമീറ്റർ ചെറിയ കാര്യം നടക്കാറില്ല. ഞാൻ അല്ലെങ്കിൽ അത് കൃഷ്ണ അര മണിക്കൂർ ഉറങ്ങി സാധാരണ ബാക്കിയുള്ള കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യും. അതാണ് എനർജിയുടെ അർത്ഥം. എനർജി ഉപയോഗിക്കാൻ പഠിക്കുക. എങ്ങനെ ഉപയോഗിക്കണ്ട, എപ്പോൾ ഉപയോഗിക്കണം, എന്ത് ചെയ്യണം, എവിടെ ചെയ്യണമെന്ന്. അതുകൊണ്ട് പല മുംബൈയിൽ വൃത്തികെട്ട സ്ഥലത്തും ഡൽഹിയിലൊക്കെ കുടിച്ച് നടക്കുന്നത്, ഞാൻ ഡൽഹി കണ്ടിട്ടില്ലേ, മുംബൈ കണ്ടിട്ടില്ല, ഡ്രഗ് അടിച്ച് നടക്കുന്നവർ പലരും ഉണ്ടോ? അവരാണ് വിചാരിച്ചിട്ട് എന്താ കാര്യം? അത് വെക്കണം. നിങ്ങൾക്ക് എന്താ തലയ്ക്ക് പിരി ഇളകേണ്ടതെന്ന്. ശ്രീകണ്ഠികൾ അരച്ച് ഒരു മില്ലി സെക്കൻഡ് നിങ്ങൾ ഇത് കഴിക്കുന്നുണ്ടോ, MDMA കഴിക്കുന്നുണ്ടോ? നിങ്ങൾ കഴിച്ച് നിങ്ങൾ തലയ്ക്ക് സ്ഥിരത ഇല്ലാണ്ടോ? ഒരു കാര്യം അവതരിപ്പിച്ചാൽ അത് വേറെ ഞാൻ പറയും. ഒരു കാര്യം ആരെക്കുറിച്ച് പറയാൻ ചോദിച്ചാൽ നിങ്ങൾക്കും നിങ്ങൾ പറയാൻ തിരിയണല്ലോ മൈക്കിൽ, എനിക്കത് തിരിയണല്ലോ. എന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയണമെന്നില്ല, നിങ്ങൾ സ്വയം ജീവിക്കണമെന്നില്ല. പിന്നെ ഇങ്ങനെ ശരിക്കുള്ള പറഞ്ഞ് കേൾക്കാൻ നിങ്ങൾ ഒരു കാര്യം എവിടെ നിന്നാലും അതിനെ കുറിച്ച് പറയാൻ ഞങ്ങൾക്കറിയില്ല. ഇനി ആരെ കുറിച്ച് പറയണേ, എന്ത് ചോദിച്ചാലും ഞങ്ങൾക്കൊന്നും പറയാനില്ല അതിനെക്കുറിച്ച്. ചുക്കോ പൊക്കോ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടല്ലോ, അമ്പിളിമിസ് തൂറാമുട്ടി പരിശീലനം പോയിട്ട് ഡ്രഗ് അടിച്ച് കൊടുത്ത് പിന്നാടിക്കണ പോലെ അല്ലേ അത്? ഒരു അമ്പിളിയും കുമ്പിടിയും എല്ലാത്തിനും മോന്ത കണ്ട മതി. മുഖത്ത് സംസാരിച്ച കുഴപ്പമില്ല, എല്ലാത്തിനും മോന്ത. ഒരു വക ഇവിടെ നിന്ന് ആർക്ക് വേണ്ടി ജനിക്കണം എന്നറിയില്ല സ്വയം. എനിക്കിത്ര പറയാനുള്ളൂ. ഞാൻ നിങ്ങളെ ഒളി നോക്കാണ്ട് നോക്കുന്നുണ്ട്. ഇവിടെ ആരെക്കുറിച്ച് ഹാരിസ് ഗാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഈ ലെവലിൽ നിൽക്കുമ്പോൾ മോളിൽ ഏതൊരു ഹാരിസ് ഉണ്ട് അവനെ കുറിച്ച് പറയും. അപ്പോൾ ഞാൻ ചോദിക്കും, അവനെന്താ ഗാർഡ്? ഞാൻ എൻ്റെ പേര് ഹാരിസ് എന്നാ. ഗാർഡ് എന്ന് പറഞ്ഞാൽ ഗാർഡ്, സെക്യൂരിറ്റി ഗാർഡ് വിദ്യാഭ്യാസ ഗാർഡ് എന്ന് പറയും ഈ തെലുങ്ക് കന്നഡയുള്ളവർ. അത് കഴിഞ്ഞിട്ട് വേറെ ചിലർ ഗാർഡ്, സെക്യൂരിറ്റി, ഗാർഡൻ എന്ന് പറഞ്ഞാൽ അരമൈക്ക് ലാംഗ്വേജിൽ ഫോർച്യൂൺ ഓർ ലക്ക് ഓഫ്
ലക്ക് ഓർ ഫോർച്യൂൺ ഓഫ് ജഡ്ജ്മെന്റ്, അല്ലെങ്കിൽ ഡ്യൂഡ് ബ്രോ മേറ്റ്, ഹിന്ദി തെലുഗു വെച്ച് അടുത്ത് നിൽക്കണവൻ എന്നൊക്കെ പറയും. അടുത്ത് നിൽക്കണവൻ ഫ്രണ്ട്, ബ്രോ, മേറ്റ്, ലവ്, ഫ്രണ്ട് എന്നൊക്കെ പറയും, ഡ്യൂഡ് എന്നൊക്കെ പറയും. അപ്പൊ അത് അവരുടെ പുറത്ത് സംസാരിച്ചാൽ മലയാളിയല്ലേ, ആ മലയാളിയാ, മുഖം കണ്ടാൽ തിരിച്ചറിയില്ലേ, എന്താണ് അത് ഞങ്ങൾ പോയി സംസാരിച്ചു വരാം, മുഖം കണ്ടാൽ തിരിച്ചറിയില്ല, പിന്നെ എന്തിനു വിളിക്കണേ? അങ്ങനെയാണെങ്കിൽ തലയ്ക്ക് സുഖില്ലാത്ത ശ്രീകണ്ഠികളായിരിക്കും പലരും പറയാതെ കാര്യമുണ്ട്. അപ്പൊ ഞാൻ ശരി എന്നാന്ന് പറഞ്ഞ പോയിട്ട് കാര്യമുണ്ട്, ഉള്ള കാര്യം ഇവിടെ പറയണല്ലേ. നിങ്ങൾ ഏത് വിഡ്ഢി എന്ത് പ്രതീക്ഷിച്ചിട്ടാണ് ഇത് പറയണത്? ഞാൻ ഞങ്ങളോട് വാക്ക് പറഞ്ഞു, ഇനി വളി വിട്ട് നിങ്ങളെ തന്നെ എരന്നൂട്ടി വാങ്ങുന്നത്. പോകേണ്ട സമയത്ത് ഞാൻ ചെയ്യില്ലേ, എന്തെങ്കിലും എന്തെങ്കിലും ചെയ്യണം, ഞാൻ ചെയ്യില്ലേ? ഞാൻ പറയാം എൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ ചെയ്യുള്ളൂ അല്ലേ? നിങ്ങൾ അവിടെയും വളി വിട്ട് പേര് ചൊല്ലി ഇതുവരെ എൻ്റെ പേര് ചൊല്ലി നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടാ? നീ അല്ലാണ്ട് വേറെ പുത്തനും മറ്റേതാണ് എന്നല്ലാണ്ട് ആരും പറപ്പിച്ച് പറഞ്ഞ വളി വിട്ട നാവ് കൊണ്ട് നടന്നിട്ട്, വളി വിട്ട മോന്തി കൊണ്ട് നടന്നിട്ട് പേര് വിളിച്ച് സംസാരിക്കാൻ ഞങ്ങൾക്ക് അറിയോ? ഉള്ള കാര്യം എത്ര മാറിച്ച് എന്തൊക്കെ ഉണ്ടായാലും എല്ലാവരും മൊബൈലുള്ളത് ഉള്ള കാര്യം ഇല്ലാത്ത പോലെ ആക്കി ഇല്ലാണ്ടാക്കാൻ പറ്റും നമുക്ക്. നോക്കട്ടെ, നിങ്ങളോ ശിഖണ്ഡികളോ കുടിച്ചിട്ട് അടിച്ചിട്ട് അയ്യോ ഞങ്ങൾ തമ്മിൽ കൊല്ലിച്ച് നടക്കണവരാണ്. അതോടെ ചോദിക്കണേ, ഉള്ള കാര്യം നമുക്ക് ഞാൻ ബോധത്തോടെ സംസാരിക്കുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞ് ആക്കാൻ പറ്റും നമുക്ക്? എല്ലാം 1987 അവിടെ നിന്ന് 1947 1987 ഏത് പാഴേക്കും അവരാരും കോപ്പി ചെയ്യാനും പോകുന്നില്ല. പുതിയ രീതിയിൽ പുതിയ അഡ്വർടൈസ്മെന്റ്, പുതിയ രീതിയിൽ ഒരു തരം മുഖം കണ്ട് ഒരാൾ ഒബ്സർവ് ചെയ്ത് വരുന്ന വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഉള്ളിൽ നോക്കുന്നത് ഞാൻ നോക്കണില്ല. നിങ്ങളുടെ ഉള്ളിൽ നോക്കേണ്ട കാര്യം എന്താ? നിങ്ങളുടെ മൊബൈൽ പാസ്വേഡ് ആയിക്കോട്ടെ, അല്ലേ? നിങ്ങളുടെ മൊബൈൽ പാസ്വേഡ്, നിങ്ങൾ പോണ രീതിയാണ്, നിങ്ങൾ ആരൊക്കെ ആയിട്ട് സെക്സ് രീതിയിൽ ബന്ധപ്പെടണോ, നിങ്ങൾ കല്യാണം കുഴപ്പമില്ല, നിങ്ങൾ ആരൊക്കെ കുടിച്ചിട്ടടിച്ച് എന്തൊക്കെയോ തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് സ്നേഹിക്കുക, തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് പങ്കുവയ്ക്കാൻ വിവാഹത്തിനോട് സ്പിരിച്വൽ പ്രൈഡ് ഒന്നും അവർക്ക് മനസ്സിലാവില്ല. അപ്പം നിങ്ങൾ ഹിന്ദുസും മുസ്ലിംസും റോമൻ കാത്തലിക്സ് അല്ല ഞാൻ. അപ്പം നിങ്ങളുടെ ഏതോ വൃത്തികെട്ട മന്ത്രം കൊണ്ട് നടക്കേണ്ട കാര്യം എനിക്കില്ല. ഞാൻ സ്വന്തമായി ബോധത്തോടെ ചെയ്തോളൂ. അപ്പം നിങ്ങൾ തമ്മിൽ സെക്സ് ചെയ്യുന്നതാ അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യുന്നതാണ്, നിങ്ങൾ തമ്മിൽ വളിപെടുന്നാവാ, അത് ഞാൻ നോളി നോക്കണില്ലല്ലോ. പിന്നെ എന്തിനാ നിങ്ങൾ തൂർന്ന് പോകുന്നത്? അത് ഇങ്ങോട്ട് നോക്കേണ്ട കാര്യം എന്താ? അപ്പോൾ പോലീസിന് പോയിട്ട് എനിക്ക് ക്യാമറ കണക്ഷൻ, ഞാൻ ബോധത്തോടെ കാര്യം ചെയ്യണം. നിങ്ങൾ ബോധമില്ലാണ്ട് അവർ നോക്കിയിരിക്കണ്ടല്ലോ, അതൊരു കാര്യമില്ല. ഞാൻ ഒന്നാമത് ജനിച്ചത്, എനിക്ക് തന്നോട്ട് ഞാൻ ഡ്രഗ് അടിച്ച് നടക്കാൻ പോയില്ലല്ലോ. കോപ്പി ചെയ്യേണ്ട, എല്ലാം ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ വീട്ടിൽ പ്രൂഫ് കൊണ്ടുപോകാം. വീട്ടിൽ പ്രൂഫ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ സംസാരിച്ച് നമുക്ക് ഇങ്ങനെ ആക്കാം. അപ്പോൾ എനിക്ക് അന്ന് പറഞ്ഞിട്ടില്ലേ, അന്ന് എനിക്ക് ക്യാമറ കണക്ട് തരുമ്പോൾ ഞാൻ ബോധത്തോടെ ഇരിക്കല്ലേ, എനിക്ക് ഡ്രഗ് അടിച്ച് നടക്കണല്ലോ. അപ്പോൾ എനിക്ക് പറയാം തന്നിട്ടില്ല, എനിക്ക് ക്യാമറ എനിക്ക് ആവശ്യമില്ല, ഡിസ്കണക്ട് ചെയ്താൽ എനിക്ക് മനസ്സിലാവുന്നു. ഇപ്പോഴും ഞാൻ 3 വേണ്ട ദിവസം നോക്കിയിട്ട് എനിക്ക് ഇപ്പോഴും പറയാം എനിക്ക് ഡിസ്കണക്ട് ചെയ്ത് മനസ്സിലാവുന്നു. ഫ്യൂസ് ഉരുടുന്നത് അപ്പം തന്നെ നോക്കാൻ പോയിരുന്നെങ്കിൽ നോക്കാൻ പോകേണ്ട കാര്യമില്ല. അപ്പോൾ ഈ പാതി ഇൻവെർട്ടർ വെച്ച് നടക്കുന്ന ലിഫ്റ്റ് താഴെ പോയിട്ട് മുകളിൽ കറണ്ട് വന്നു പറഞ്ഞിട്ട് ഇൻവെർട്ടർ വന്നാൽ അപ്പം തന്നെ കറണ്ട് വരണം. അതിന് പോയി മുകളിലേക്ക് വന്നപ്പോൾ ഈ ലിഫ്റ്റ് 2 ദിവസത്തേക്ക് കേടായി. വേസ്റ്റ് കൊണ്ടുപോകേണ്ടവർക്ക് ആ ലിഫ്റ്റ് ഉപയോഗിക്കേണ്ടത്. വേസ്റ്റ് പിന്നെ ആ 2 ദിവസം കൊണ്ടുപോകാൻ പറ്റിയില്ല. വേസ്റ്റ് മണത്ത് ആ എൻ്റെ ഡോറിന്റെ മുന്നിൽ നിറച്ച് സ്മെല്ലായിരുന്നു. മനസ്സിലാവുണ്ടോ? അടുക്കള അങ്ങനെ ഭയങ്കര സ്മെല്ലായിരുന്നു. അത് അങ്ങനെ ഈ ലിഫ്റ്റും ആ ലിഫ്റ്റ് 2 കേടാക്കേണ്ട രീതിയിൽ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഫ്യൂസ് ഉരുട്ടതാണ് ഇതാണ് നിൽക്കാൻ 2 ആഴ്ച ഈ 2 ലിഫ്റ്റ് കേടായി എന്താ ചെയ്യും? ഈ 20-ാം 21-ാം ഇപ്പൊ 30 ഫ്ലോറുണ്ട് ചോദിച്ചോ, 32 ഫ്ലോറുണ്ട് ചോദിച്ചോ, അല്ലെങ്കിൽ 20 ഫ്ലോറുണ്ട് ചോദിച്ചോ, കയറി ഇറങ്ങി നടക്കേണ്ടി വരും എല്ലാവരും 2 ആഴ്ച. അങ്ങനെ ഒരു ശോഷിച്ചാവസ്ഥ ഉണ്ടാക്കി വെക്കേണ്ട കാര്യം ഉണ്ടാ? അത് തമ്മിൽ കൊല്ലിച്ച് നിങ്ങൾ നടക്കേണ്ട കാര്യം എന്താ? അത് ആൾക്കാർക്ക് ഇതല്ല, ആൾക്കാർക്ക് ഇതില്ലാത്തതാണ്, വിഡ്ഢികളായിട്ടുള്ളത് ഇത്. നിങ്ങൾ അസമയത്ത് ഓരോ കുടിച്ചിട്ടടിച്ച പലരെയും കൊണ്ട് മടുപ്പ് തോന്നുന്ന രീതിയിൽ കഴിച്ചിട്ട് വീണ്ടും അതിനെ കഴിപ്പിക്കാൻ ക്ഷണിക്കണം. വിഡിത്തം അതേ മടുപ്പ് തോന്നണം. ഏതോ പഴകിയവരെ അനുകരിച്ച് നടക്കണം. മടുപ്പ് തോന്നും. നിങ്ങളുടെ വിഡിത്തം നാവളി വിട്ട് നടക്കുന്നതേ നിങ്ങൾക്ക് മടുപ്പ് തോന്നണം. പക്ഷെ നിങ്ങൾക്കില്ല, തമ്മിൽ കൊല്ലിച്ചിരിക്കുകയാണ്. അത് പറയിപ്പിച്ചല്ലാണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റില്ലെന്ന്. പറയിപ്പിച്ച് പറയണതിന് എന്തിട്ട് അർത്ഥമുള്ളത്?
കുറേ പക്രു മോന്തകളും ഓണൊക്കെ ഷിജിൻ മാമുക്കോയ മോന്തകളും പണ്ടേ തൊട്ട് അങ്ങനെയാണ്. അവർ സ്വന്തമായിട്ടൊരു കാര്യം ആരും പറയിപ്പിക്കാണ്ട് ചെയ്യാറിയില്ല. അതുകൊണ്ടാണ് ഈ MDMA കഴിച്ച് ഡ്രഗ് അടിച്ച് ഒരു 12 വയസ്സ് തൊട്ട് 1 തൊട്ട് 8 ദിവസം ചെറിയൊരു സർക്കംസിഷൻ ചെയ്യുന്നതും അവർക്ക് തൊലിയില്ല. ഒരു 24 വയസ്സ് 2000 ഏത് കണക്ക് ഏത് പഴകിയ സമയം. അത് ഈ പുതിയതായിട്ട് എന്തൊരു ബന്ധം, പുതിയ പ്രസൻസ് അല്ലെങ്കിൽ പുതിയതായിട്ടൊരു കണക്ഷനായിട്ട് ഇവർക്ക് എന്താ ബന്ധം? അപ്പോൾ അവർ ഒരു 24 വയസ്സ് വരെ തൊലിയൊന്നുമില്ല അവർക്ക്. 12 വയസ്സോട്ട് പൈസയിൽ പൊട്ടി വെടുത്ത് വിശ്വസിച്ച് ഡ്രഗ് അടിച്ച് കള്ളും കുടിച്ച് നടന്നുണ്ടാവും. അതാണ് ഉണക്ക മോന്ത പോലെ അവരുടെ ഇരിക്കണേ. ഇതങ്ങനെയല്ലേ ഒരു സമയത്ത് എങ്ങനെ വിടണം അവർ അതുപോലത്തെ മോന്ത അത് തന്നെ സെയിം. ഷിജിൻ മാമുക്കോയ പക്രു കുറേ ചാക്കോ അങ്ങനെയുള്ളവർ ഡ്രഗ് അടിച്ച് കുട്ട കഴിക്കണം. ഹിന്ദി കുട്ടകൾ മലയാളം MDMA അവിടെ വരണ വായന്ന് വരുന്ന ശബ്ദം അങ്ങനെയല്ല. അവരെങ്ങനെ പറയാം കേട്ടാണ് ഒരു 40-50 വർഷം വരെ കേൾക്കുന്നത്. ഈ വയസ്സുമാരെ അന്വേഷിക്കാൻ നാണാവില്ലേ? ഈ വിഡ്ഢികൾക്ക് വേണ്ടി കൈയടിച്ചിരിക്കുകയാണ് സ്വന്തം ജീവിതം തൊലയാൻ വേണ്ടി. പെർഫെക്റ്റ് ആയിട്ട് അലങ്കോലാക്കാണ്ട് ഒരു കാര്യം ഒരു നല്ലൊരു ഇതിൽ നമുക്ക് കഴിക്കാനും മനസ്സിലാക്കാനുള്ള ബോധമല്ലേ? വേസ്റ്റ് എന്തിനാണ് നിങ്ങൾ കഴിക്കേണ്ട കാര്യം? അപ്പോൾ ഈ നക്കാപ്പിച്ച സാലറിക്ക് വേണ്ടി ഓരോന്നും ചെയ്യുന്നത് ആവശ്യമില്ലാണ്ട് വാല്യില്ലാണ്ട് ചെയ്യുന്നത് തെറ്റാണ്. അതുപോലെ ജീവനില്ലാത്ത വിഗ്രഹങ്ങൾ ആരാധിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കുക ഓരോ ഇപ്പോൾ എന്താണ് ഇങ്ങനെ പറയിപ്പിച്ച് പറയണവർക്ക് സ്വന്തമായിട്ടൊരു കാര്യം ഒരു ചേഷ്ടകൾ കാണിക്കുന്നത് ആര് പറയിപ്പിച്ച് പറയുന്നതാണ്. ആര് പറയിപ്പിക്കാണ്ട് ചെയ്യണതല്ല അത്. ഇവിടെ കുറേ പേര് പറയിപ്പിക്കാൻ ഡ്രഗ് അടിച്ച് നടക്കണ ഒരു പറയിപ്പിക്കാനില്ല എനിക്ക് എപ്പോഴായാലും. പറയിപ്പിക്കുക ചിലരൊക്കെ അത് അവർക്ക് ഇങ്ങനെ വിട്ടിത്തം പറയേണ്ട രീതിയില്ല. ഹിന്ദി കുട്ടികളായാലും ആരായാലും. അപ്പം നിങ്ങൾ ഹിന്ദി കുട്ടികളുടെ കൂടെ ഡ്രഗ് അടിച്ച് നടക്കുന്നതിനെ കുറിച്ച് പറയണേ. എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞ് തീർന്നു, തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് സ്നേഹിച്ചു, തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് പങ്കുവെച്ചു, ശോഷിച്ച വാക്കുകൾ ഉപയോഗിക്കാണ്ട് ശോഷിച്ച് കഴിക്കാണ്ട് സ്ട്രെങ്ത്തിൽ ചെയ്തു. അതാണ് ആൽഫയുടെ പ്രത്യേകത അല്ലെങ്കിൽ ഒമേഗയുടെ പ്രത്യേകത. എന്താണ് ആദ്യവും അന്തവും തമ്മിലുള്ള കണക്ഷൻ എന്താ? അങ്ങനെയാണ്. അതിൻ്റെ ഉള്ളിൽ ഇടയിൽ കിടക്കുന്ന മെറ്റീരിയലിസം ഒരു വക വൃത്തികേട് ശോഷിച്ചാവസ്ഥ കാണിച്ചിട്ട് തമ്മിൽ ഏഷ്ടിയും വൈരാഗ്യം കുറ്റബോധവും തമ്മിൽ കൊല്ലിച്ച് നടക്കുന്നതും ഒരു തരം അട്ടഹസ് ശരി അതൊന്നും ഇതിൽ വരണല്ലേ. അതിനൊരു പ്രത്യേകത ഉണ്ട്. അതൊരു മൃഗങ്ങളെ ഒരു തേജസ് ഇപ്പോഴത്തെ തേജസ്സിൻ്റെ പ്രത്യേകത ആയുസ്സിൻ്റെ പ്രത്യേകത എല്ലാം വളരെ വ്യത്യാസമുണ്ട്. അത് ചെയ്യണ രീതി വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ആര് നമ്മൾ നിഴൽ കണ്ടു, മിറാജ് കണ്ടു, കണ്ണു മൂക്ക് കണ്ടില്ലേ, അത് ചോദിച്ചിട്ടല്ലേ നോക്കുള്ളൂ. നിങ്ങൾ ഇവിടെ നിന്ന് എൻ്റെ ഭാഗത്ത് ചിന്തിക്കുക. നിങ്ങൾ ഇവിടെയാണെങ്കിൽ ഞാൻ താഴെ ആരും സംസാരിച്ചു ഇവരും ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞ് നിങ്ങൾ അങ്ങോട്ട് പോകും. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കണക്ഷൻ ഉണ്ട്. നിങ്ങളായിട്ട് തിരിച്ച് പ്രതീക്ഷിക്കണം. സ്നേഹിക്കണത് ക്രിസ്ത്യാനിറ്റി ആണെങ്കിൽ ഹിന്ദുസും മുസ്ലിംസും റോമൻ കാത്തലിക്സും ആയിക്കോട്ടെ, റിലീജിയൻ അവിടെ നോക്കണ്ടവർ കുടിച്ച് ഡക്കടിച്ച് നടക്കാണ്ട് ശോഷിച്ച വാക്കുകൾ പറയാണ്ട് തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് സ്നേഹിക്കുക, പങ്കുവയ്ക്കുക, അത് വേറെ. അല്ലാണ്ട് നിങ്ങളുടെ ഡ്രഗ് അടിച്ചിടുന്നത് ബോധമില്ലാണ്ട് ഒരു വൃത്തികേട് ചെയ്തു ഡ്രഗ് അടിച്ചാൽ അതല്ലേ. അത് സമയത്ത് ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾ ചോദിക്കും 65 വയസ്സായപ്പോൾ പെട്ടതല്ലായിട്ട് വയസ്സായി. ഇല്ല, 65 വയസ്സായാലും എനിക്കൊരു പ്രത്യേക ഘടന ഉണ്ട്. ആ ഘടനയിൽ നിൽക്കുള്ളൂ. അയാളുടെ മേക്കപ്പ് കുഴപ്പമിട്ട് വൃത്തികേട് ഡൈ ചെയ്ത് നടക്കുന്ന ടൈപ്പല്ലേ. ഒരു ഇതുണ്ടല്ലോ. ഇപ്പം എനിക്കൊരു ഈ വയസ്സാണെങ്കിൽ ഇങ്ങനെ ഒരു രീതിയിൽ തന്നെ നിൽക്കണമെന്ന് വെച്ചാൽ ആ രീതിയിൽ തന്നെ പോകും. നിങ്ങൾക്ക് അതിനൊരു മാറ്റം ഉണ്ടോ വിചാരിക്കേണ്ട. ആ ടൈപ്പിൽ തന്നെ ഇരിക്കും. നീ ഹിന്ദി കുട്ടികളുടെ കാര്യം പറ. ഹിന്ദി കുട്ടികൾ ഗുട്കയും കഴിച്ച് പല്ല് ചുമപ്പിച്ച് കറുപ്പിച്ച് നിന്റെ മുന്നിൽ പറഞ്ഞ് നീ അവരുടെ കൂടെ ഗുട്കയും കഴിച്ചിരിക്കണല്ലേ. അതല്ല ഇവിടെ. നിന്റെ വലത്തെ എവിടെയെങ്കിലും വൃത്തികെട്ട പൂനെയിലോ വൃത്തിയുടെ പൊടി പിടിച്ച സ്ഥലത്താ നീ എന്തെന്നായിരിക്കും നീയുണ്ടെങ്കിൽ അത് ഞാനല്ല, അത് വേറെ ആരെങ്കിലും ആയിരിക്കും. അവരെ കൊണ്ട് ഇവിടെ വന്നാണ് 23-24 അവരുടെ വായിന്ന് വൃത്തികേട വരണം. വായി ശ്രദ്ധിച്ചാൽ നോക്കാം. അവരിത് ഇതല്ല പറയാം. പറയിപ്പിക്കാണ്ട് ചെയ്യാൻ അറിയില്ല. ഒരു കാര്യം മനസ്സിലാക്കാൻ പഠിക്കാതെ. പൂനെ ആയിക്കോട്ടെ, ഡൽഹി ആയിക്കോട്ടെ, ഉത്തർപ്രദേശ് ആയിക്കോട്ടെ, റായ്പൂർ ആയിക്കോട്ടെ, ബീഹാർ ആയിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷെ നിങ്ങളുടെ വക ഫേക്ക് സർട്ടിഫിക്കറ്റ് പഠിച്ചിട്ട് ഈ ഫ്രോഡ് ജോലി, ഫ്രോഡ് സീലും കാശ് കൊടുത്ത് ഫ്രോഡ് സീലും സൈനും മേടിച്ച് നിരങ്ങി നീങ്ങാൻ നിങ്ങൾക്ക് ഇത്രയ്ക്ക് നാണക്കേടില്ലേ? ഞാൻ കയറിയുള്ള സമയത്ത് കയറിയുണ്ട്. അതിന് പിന്നെയും വെച്ചിട്ടുണ്ടായി കയ്യിൽ വെച്ചിട്ടുണ്ട്. ഒരു കാര്യത്തിന് വേണ്ടിയാണ്. അത് നിങ്ങൾ ചെയ്തിട്ടോ ഒരു വൃത്തികളും ചെയ്ത് നടക്കണതിന് ഫ്രോഡ് എക്സാം എനിക്ക് ആവശ്യമില്ല. ഞാൻ കയറി കളഞ്ഞിട്ടുണ്ട്, എനിക്ക് ആവശ്യമില്ല. അത് പിന്നെ പുനരിച്ച് വന്നിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങളെന്താ ചെയ്യണേ? നിങ്ങൾ വീണ്ടും അത് തന്നെ വെച്ചിട്ട് ഫ്രോഡ്, വളിവിട്ട നാവും വളിവിട്ട മക്കളെയും കൊണ്ട് അവരുടെ കടിഞ്ഞാണ്ടാണ്ട് നാവ്, വളിവിട്ട ഭാര്യയും വളിവിട്ട മോതയും കൊണ്ടിട്ട് ഇപ്പോഴും നിരങ്ങി നീങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഞാനും അതുപോലെ ഞാൻ അങ്ങനെ ആവില്ല. നിങ്ങളോട് 2 വർഷം നിങ്ങൾ നിരങ്ങി നീങ്ങി ശ്വാസം ഇരുന്നാലും, നിങ്ങളോട് 10 വർഷം നിരങ്ങി നീങ്ങി ശ്വാസാവസ്ഥ ഇരുന്നാലും ഞാൻ എൻ്റെ രീതിയിലേ പോകുള്ളൂ. ഏത് രീതിയിൽ പോകുള്ളൂ? നിന്റെ തമ്മിൽ കൊല്ലിക്കണം ഷിജീനും മാമുക്കോയ ഉണ്ടല്ലോ, അതുപോലെ ഞാനാവില്ല. അത് വയസ്സന്മാര്. ഞാൻ എനിക്ക് ഇതുവരെ വയസ്സന്മാരെ അനുകരിച്ചിട്ടില്ല. അത് ആ രീതിയിൽ വന്നിട്ടുണ്ട്. നിന്റെ പോലത്തെ വിഡിത്തം ഞാൻ അനുകരിക്കില്ല.
നിന്റെ വിഡ്ഢികളുടെ കൂടെയുള്ള ആൾക്കാറ്റ് ഇതുള്ളത് കുടിച്ച് ഡ്രഗ് അടിച്ചിരിക്കുന്നത്, തലയ്ക്ക് സുഖമില്ലാത്ത നിങ്ങളുടെ നിങ്ങളുടെ വിഡ്ഢിത്തത്തിലുള്ള ഹുങ്ക്, ബെല്ലടിച്ച് സംസാരിക്കാൻ പറ്റാത്ത ആ ശോഷിച്ചാവസ്ഥ, അല്ല മുഖത്ത് സംസാരിക്കാൻ പറ്റാത്ത, ആവശ്യപ്പെടാൻ പറ്റാത്ത ശോഷിച്ചാവസ്ഥ, അതൊന്നും എനിക്കില്ല. നിങ്ങൾ ആവശ്യപ്പെട്ടില്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ടത് പിന്നെ ചെയ്തോളും, അത് ചെയ്യേണ്ട സമയം ചെയ്തോളും. അല്ലാണ്ട് ഇതിന് വേണ്ടി പോകില്ല എന്ന് മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഞാൻ. പിന്നെ പഴകിയ സമയത്തും പഴകിയതും പുതിയതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ഈ 2000 12 വർഷം മുമ്പ് കിടക്കുന്നതും ഏതോ 1947 1956 സ്റ്റേറ്റ് ഏതോ 1987 സ്റ്റേറ്റ് പുതിയത് വെസ്റ്റേൺ എന്ന് കാണിക്കാണ്ട് ഏതോ 1987 വരെയുള്ള 1947 1950 1965 65 1970 75 1980 85 അല്ലത്. അതൊന്നും എല്ലാം പഴകിയ ടൈപ്പ് കളറാണ്, അത് കണ്ടാൽ മനസ്സിലാവും. പുതിയതിൻ്റെ തുടക്കം വ്യത്യാസമുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെയാണ് ഡിജിറ്റലൈസ് വരണം ആ രീതിക്കാണ് പോണത്. അല്ലാണ്ട് നിങ്ങൾ പഴകിയത് കൊണ്ട് ഇവിടെ വരുന്ന രീതിയില്ല. അതുപോലെയാണ് പഴകിയ പാകിസ്ഥാൻകാർ വരെ ഇംഗ്ലണ്ടിൽ കുറേ പേരുണ്ട്. അവിടെ അധികം ഇന്ത്യൻസിനെയും പാകിസ്ഥാൻ വരെ 26 വയസ്സായൊരു പെട്ടതലമാർ, 22 വയസ്സായിട്ട് പെട്ടതലയായിട്ട് വളഞ്ഞ 70 വയസ്സ് വരുന്ന പോലെയാണ്. എന്നുവെച്ചാൽ ഇങ്ങനെയുള്ളവരെ അനുകരിക്കണമുണ്ട് വയസ്സന്മാർ പഴകിയവരെ. അവരൊരു വായന്ന് വളി വിടണം കൊണ്ട് പറഞ്ഞിരിക്കും, നിങ്ങളോ ഹിന്ദുസ്ഥാൻ തന്നെയല്ലേ, ശിഖണ്ഡി ശിവൻ കാണ്ടു ശിവനും കുയ്യപ്പനാരൊക്കെ നിങ്ങളത് വളിവട്ടനാവല്ലോ ഉപയോഗിക്കണേ. പിന്നെ എന്തിനാണ് നിങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യണേ? തമ്മിൽ യുദ്ധം ചെയ്ത് നാടകം വൃത്തികെട്ട സ്വീകരിച്ചൊക്കെ ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ള വെഡികളാക്കിയിട്ട് ഈ നാടകം കളിക്കാൻ സോൾജേഴ്സിനെ കൊണ്ട് നിരത്തി കയറ്റി വെച്ചണേ. നിങ്ങൾ വളിവിട്ട് പാകിസ്ഥാൻകാരും ഈ വളിവിട്ട നാവ് സെയിം വാക്കുകൾ ഉപയോഗിക്കണേ. ഈ വളിവിട്ട നാവിന് നിങ്ങൾ ഉപയോഗിക്കണേ അല്ലേ? മലയാളിയും കോലിയാലിയും MDMയും അവരെ കന്നഡയും കോണ ഇതാനും ഉപയോഗിക്കണം. പിന്നെ എന്തിനും വളിവിട്ട നാവ് തമ്മിലാടി കൂടി ഉപയോഗിക്കണേ. അതേപോലെ തമ്മിൽ കൊലിച്ചുകൊണ്ടിരിക്കണം. അതിൻ്റെ ഇടയിൽ കുറേ സോൾജേഴ്സ് നാടകം കളിക്കാൻ കുറേ ജോക്കേഴ്സിന് കൊണ്ടുവച്ചിട്ട് കാര്യമുണ്ടോ? വെറുതെ ആവശ്യമില്ലാണ്ട് കൊല്ലിക്കുക, ആവശ്യമില്ല. അതിന് കുറേ പേര് ലതാ മങ്കേഷ്കർ പോലും വീരമൃത്തി കുറേ പാട്ടുകൾ ഉണ്ടാക്കുക. ആ പാട്ടുകൾ കേൾക്കുമ്പോഴേ അരിച്ചു തോന്നും. തമ്മിൽ വളയപ്പെട്ട നാവലാണ് നിങ്ങൾ ഉപയോഗിക്കണം. തമ്മിൽ കൊല്ലിച്ച് കുടിച്ചുണ്ടാക്കി അടിച്ചൊക്കെ കേട്ട് സോൾജേഴ്സിൻ്റെ ഇടയിൽ വേറെ ഉണ്ട് MDMA കഴിക്കണവർ. നിങ്ങളുടെ മുഖ്യമന്ത്രി ഉണ്ടല്ലോ, മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും അവർ വരെ നിങ്ങളെ പോലെ കുടിച്ചിട്ടകടിച്ചിടക്കണവരുണ്ട്. എന്താ കാര്യം? ശരിക്കുള്ള കാര്യം മനസ്സിലാക്കാൻ കഴിവില്ല, ആവശ്യപ്പെടാനറിയില്ല. വിഡ്ഢിത്തത്തിലുള്ള ഹുങ്ക്, കടുംപിടുത്തം, വിഡ്ഢിത്തത്തിലുള്ള അഹങ്കാരം, നിഷേധാവസ്ഥ നിങ്ങൾക്കാണ്. അത് എൻ്റെ നേർക്ക് ചൂണ്ടി കാണിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ആവശ്യമില്ലാത്തത് തുടരുത്, നിർവീര്യമായി നീ തുടരുതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പോലത്തെ കണക്ഷൻ ഇല്ലാത്ത ശോഷിച്ച വാക്കുകൾ ഞാനും വീട്ടുകാരെ കുറിച്ച് ആരെക്കുറിച്ച് പറയണല്ലേ. ഒരു തരം ആരെ കുറിച്ചായി വീട്ടുകാരെ പുറത്താരെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പം നിങ്ങൾ വളി വിട്ട നാവ് വെച്ച് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് എന്തോ പിരി ഇളകുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ പരിചയമില്ലാത്തവർ വരെ നിങ്ങളിങ്ങനെ വളി വിട്ട നാവ് വെച്ചിരിക്കുമോ? അത് നോക്കിച്ചേക്ക്. ധൈര്യം ഇല്ലാത്തവരല്ലത്, കണ്ട മനസ്സിലാക്കാം. ധൈര്യമുള്ളവരാണ് നാം വളി വിട്ട് ബോധമില്ലാണ്ട് കിടന്ന് ആരെങ്കിലും ഒരു 5 പേര് ചോദിക്കാൻ വന്നാൽ ഇങ്ങനെ ബോധമില്ലാണ്ട് കിടക്കുന്നത്. അത് ധൈര്യം ഒന്നും വെട്ടേറ്റ കഴുത്തിൽ അതുപോലെ അറിയാം. നിങ്ങൾ ചത്തതുപോലെ നിങ്ങൾ അറിയില്ല സ്വയം. അതാണ് ധൈര്യം ഇല്ലാണ്ട് ചാവാന്ന് പറഞ്ഞത്. അതിന് വീരമൃത്യു എന്നല്ല പറയേണ്ടത്. തമ്മിൽ വെറുതെ കൊല്ലിച്ച് വളി നാവ് സ്വയം അങ്ങ് പാകിസ്ഥാനുകാർ പോയിക്കൊണ്ട് ഇന്ത്യക്കാർ പോയിക്കൊണ്ട് മലയാളികൾ പോയിക്കൊണ്ട് തമ്മിൽ കൊല്ലിക്കുന്നത് യുദ്ധം ചെയ്യേണ്ട കാര്യം എന്താ? അതിൻ്റെ ജോക്കേഴ്സിനെ ഈ ഡ്രഗ്സ് എടുക്കുന്ന സോൾജേഴ്സിനെ കൊണ്ട് നിർത്തേണ്ട കാര്യം എന്താ? എല്ലാം ജോക്കറുകളാണ് മൊത്തം. വളി നാവ് തമ്മിൽ ഉപയോഗിക്കുന്നുണ്ട്. തമ്മിൽ യുദ്ധം ചെയ്യേണ്ട കാര്യം തമ്മിൽ വെറുതെ ആവശ്യമുണ്ട്. എവിടെ നിൽക്കാം അവിടെ നിൽക്ക് എന്നുവെച്ചാൽ എവിടെ കോൺസ് ധൈര്യമായിട്ട് എന്താ വെച്ചാൽ കോൺടാക്ട് കാര്യം ചെയ്യ്. എനർജി എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലാക്കാൻ പഠിക്കുക. വേണ്ട ആവശ്യമില്ലാത്ത കുടിച്ചിട്ട് അകടിച്ചിരുന്നു. അത് എനർജി വേസ്റ്റാണ്. വേസ്റ്റ് കഴിക്കുക, അത് എനർജി വേസ്റ്റ് എന്ന് പറയാനേ. തേജസ്സില്ലായ്മ, ആയുസ്സില്ലായ്മ. പിന്നെ ബോധമില്ലാണ്ട് പറയുന്ന രീതി എനിക്കില്ല. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തോന്നിയതോ ഞാൻ ചോദിച്ചിട്ടുണ്ടാവുന്നു. നിങ്ങൾ ഉള്ള കാര്യം ചോദിക്കുമ്പോൾ അത് ആരെ കുറിച്ച് പറയണമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയില്ല പറയാൻ. അപ്പോൾ ഉള്ള കാര്യം ബ്യൂട്ടി പ്രൂഫ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ എങ്ങനെ അറിയാം? നിങ്ങൾ എൻ്റെ ആരാന്ന് ചോദിച്ചാൽ നിങ്ങളെന്ത് പറയും? അത് നിങ്ങൾക്കൊന്നും പറയാനില്ല. അപ്പോൾ അതിനുള്ള ബ്യൂട്ടി പ്രൂഫ് വന്നാലും എനിക്ക് വേണ്ടാന്ന് പറയുള്ളൂ. പറഞ്ഞ് 3 ദിവസം കിട്ടിയാലും എനിക്ക് എൻ്റെ മനസ്സിലാവും എനിക്ക് നോക്കേണ്ട കാര്യമില്ല, ഡിസ്കണക്ട് ചെയ്തോന്ന് വീണ്ടും പറയും. അപ്പോൾ ബ്യൂട്ടി പ്രൂഫ് കൊണ്ടുവന്ന് ഞാൻ എന്താ ചെയ്യണം? നിങ്ങൾ എൻ്റെ ആരാ? നിങ്ങൾക്ക് എന്നെ എങ്ങനെ അറിയാം? നിങ്ങൾ ഇതുവരെ സാധാ രീതി സംസാരിക്കാൻ തരുമോ? ഇവിടെയാണ് 3 വർഷത്തോടെ സംസാരിക്കാൻ തരുമോ? പിന്നെ ഇതിന് ആവശ്യമില്ലാണ്ട് തിരി സംസാരിക്കാണ്ട് വരേണ്ട കാര്യം. പിന്നെ ബാക്കിയുള്ളത് പറഞ്ഞു തുടങ്ങുമ്പോൾ മനസ്സിലാവും കാര്യം.